ഇറാനെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത ഇസ്രായേല് ആ ഒരു അറ്റാക്കിനെ വിളിച്ച പേര് ഉയർത്തെഴുന്നേൽക്കുന്ന സിംഹം അല്ലെങ്കിൽ റൈസിംഗ് ലയൺ എന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് ഈ ഒരു ഓപ്പറേഷന് അവരിട്ടിട്ടുണ്ടാവുക? ഇത് മനസ്സിലാക്കണമെങ്കിൽ 1978കളിലേക്ക് പോകണം. അന്നത്തെ ഇറാനിയൻ രാജാവായിരുന്ന റൈസ ഷാ പഹൽവിയെ തോൽപ്പിച്ചുകൊണ്ട് ആയത്തുള്ള ഖമേനി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു. മാത്രമല്ല ഇസ്രായേലിനെ തങ്ങളുടെ ആജന്മ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. ഇറാന്റെ ദേശീയ പതാകയും മാറ്റി. വാള് പിടിച്ചിരിക്കുന്ന ഒരു സിംഹമായിരുന്നു ഇറാന്റെ മുമ്പത്തെ ചിഹ്നം. പേർഷ്യൻ ശക്തിയുടെ അടയാളമായിരുന്നു ആ ഒരു സിംബല്. മാത്രമല്ല അന്ന് ഇറാനും ഇസ്രായേലും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു അറ്റാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു പഴയ ഇറാനെ ഇസ്രായേലിന് തിരിച്ചു വേണമെന്നാണ്. റൈസ ഷായുടെ കൊച്ചുമകൾ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഇസ്രായേലി ബില്യണയറിനെയാണ്. അയാളെ ഇസ്രായേലിനുള്ളിലെ ചില ആൾക്കാർ വിളിക്കുന്നത് ഇറാന്റെ രാജകുമാരൻ എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു അറ്റാക്കിന് ഇസ്രായേൽ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട് വിളിക്കുന്നത്. കാരണം അവർ ചിലപ്പോൾ ആ ഒരു പഴയ ഭരണകൂടത്തെ ഇറാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കാം നടത്തുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇസ്രായേലിന്റെ ഈ ഒരു ആഗ്രഹം നടക്കുമോ? അതോ ഇറാൻ സകല ശക്തിയും ഉപയോഗിച്ച് ഇസ്രായേൽ തകർക്കുമോ? എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.